കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ യുദ്ധം അസാധാരണ തലത്തിലേക്ക്. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിറക്കിയതിന് പിന്നാലെ രജിസ്ട്രാർ നൽകിയ അവധി അപേക്ഷയും VC തള്ളി. സസ്പെൻഷനിലുള്ള ആൾക്ക് എങ്ങനെ അവധി അപേക്ഷിക്കാനാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിസ തോമസിന്റെ നടപടി. തന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതാണെന്ന് KS അനിൽകുമാർ VCക്ക് മറുപടി നൽകി. അവധി അപേക്ഷ നൽകിയത് അനിശ്ചിതകാലത്തേക്കല്ലെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, അക്ഷരാർത്ഥത്തിൽ ഒരു വടംവലി തന്നെയാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നതല്ലേ? തീർച്ചയായും ലക്ഷ്മി, വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല, മറുപടികൾ അവസാനിക്കുന്നില്ല. അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് താൽക്കാലിക VC ഇൻചാർജായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് കത്തയക്കുന്നത്. ഈ കത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അവധി അപേക്ഷിച്ചുകൊണ്ട് KS അനിൽകുമാർ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന് ഇമെയിൽ കത്തയക്കുന്നത്. ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് തനിക്ക് അവധി വേണം, ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് അവധി അപേക്ഷിക്കുന്നത്. കൂടാതെ രജിസ്ട്രാറിന്റെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ അല്ലെങ്കിൽ കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് ഡയറക്ടർക്കോ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദേശത്ത് നിന്ന് പര്യടനം അവസാനിപ്പിച്ച് കേരളത്തിലെത്തിയ ഡോക്ടർ മോഹനൻ കുന്നുമേലിന് ഇത്തരത്തിലൊരു കത്തയച്ചത്. പക്ഷേ ഈ അപേക്ഷ നിരാകരിക്കുന്ന ഒരു നടപടിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായത്. സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഈ അപേക്ഷ നിരാകരിച്ചത്. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ മറ്റൊരു ഇമെയിൽ സന്ദേശം രജിസ്ട്രാർ മോഹനൻ കുന്നുമേലിന് അയച്ചിരിക്കുന്നത്. ഈ സന്ദേശത്തിൽ പറയുന്നത് താൻ സസ്പെൻഷനിലല്ല എന്നാണ് അനിൽകുമാറിൻ്റെ വാദം. തൻ്റെ സസ്പെൻഷൻ നടപടിയിൽ തീരുമാനം സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് ഇതിനോടകം ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഹൈക്കോടതിയും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കൃത്യമായ അതോറിറ്റിയെ അല്ലെങ്കിൽ നിയമന അതോറിറ്റിയെ ഇതിൽ സമീപിക്കാം എന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ താൻ അവധി അപേക്ഷിച്ചത് അനിശ്ചിതകാലത്തേക്കല്ല എന്നുമാണ് ഇപ്പോൾ KS അനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അനിൽകുമാറിൻ്റെ ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ അനിൽകുമാർ ഇനി സർവകലാശാലയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നാളെ തിരുവനന്തപുരത്ത് ഡോക്ടർ മോഹനൻ കുന്നുമേലും എത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയം വളരെ അധികം സങ്കീർണതയിലേക്ക് പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ അനിൽകുമാറിനെതിരെയുള്ള ഈ നടപടിയിൽ മോഹനൻ കുന്നുമേലിനും ഗവർണർക്കുമെതിരെയുള്ള പ്രതിഷേധവും ശക്തമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.